ഗായ്സ്, വെൽക്കം ബാക്ക് ടു കടലും നിലാവും. എന്താണ് ഒരു ഉഷാറില്ലാത്ത? ഇപ്പം വലിയൊരു ഉഷാറുള്ളൊരു അവസ്ഥ അല്ല അല്ലേ? നമ്മള് വയനാട്ടിലും അതേപോലെ വിലങ്ങാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് മനുഷ്യര് മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. അപ്പം പറ്റുന്നത് പോലെ എല്ലാവരും അവരുടെ കൂടെ നിൽക്കുക അല്ലേ? ശരിക്കും നമുക്ക് വാർത്തകളൊക്കെ കാണാനേ ഒരു ബുദ്ധിമുട്ടാണ്. ഞാനിപ്പം ന്യൂസൊന്നും അധികം കാണാറില്ല, ജസ്റ്റ് അപ്ഡേഷൻസ് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. കേട്ടിരിക്കാൻ പറ്റില്ല. മനുഷ്യർ ഒരുപാട് ജീവജാലങ്ങൾ അവർ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച് ഒരുപാട് അവരുടെ സ്വത്തല്ലേ, സ്വത്തെന്ന് പറയാം, സ്വത്തല്ല അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് ജീവൻ മനുഷ്യൻ്റെതും അത് നമുക്ക് ചിന്തിക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം മാറി മറിയാൻ. അപ്പം നിങ്ങൾ വയനാടിൻ്റെ കൂടെയും അതേപോലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കുക. കാരണം നമുക്കൊക്കെ ഇപ്പം ജീവനുണ്ട്, നമുക്ക് നമ്മളുടെ എല്ലാം ഉണ്ട് എന്നുള്ളതൊരു വലിയ അനുഗ്രഹമാണല്ലേ, വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു പ്രിവിലേജാണ്. അപ്പോൾ നമുക്ക് പറ്റുന്നത് പോലെ പണമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് കൂടെ നിൽക്കുക. ഞങ്ങൾ കടലും നിലാവ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണല്ലേ. പിന്നെ നമ്മളിപ്പം ഈ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മളൊരു പുറത്തേക്ക് പോവുകയാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ പോവാണ്ട്. അപ്പോൾ പിന്നെ അതൊരു വ്ളോഗാക്കാന്ന് ഓർത്തു. ബാക്കിലുള്ളവരൊക്കെ അവിടെ പോയി പരസ വീട് ഒളിച്ചിരിക്കുക ഇപ്പം ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് പോവാം, സമയമില്ല. ഓക്കെ ഗൈസ്, ഫിറോന്റെ എന്താ ഫിറോയുടെ പ്രശ്നം? സ്ഥിര സ്ഥലം ഇവിടെ എത്തുമ്പോഴത്തേനോ എൻ്റെ അടുത്ത് പറയൂ വീഡിയോ 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 മരങ്ങൾ. ഗൈസ്, ഇതൊന്നും കൂടെ നിങ്ങൾ ഈ ഒരു ഭംഗി എൻജോയ് ചെയ്യൂ. ഗൈസ്, നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്താറായില്ലേ ഫിറോ? നമ്മൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലാണ് പോകുന്നത്. നമ്മുടെ തറ ഇനി ഒരു 2 കിലോമീറ്റർ കൂടെ. ഫിറോ ഈസ് ബിസി. ഗൈസ്, നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് എത്തിയ സമയം എടുക്കും അല്ലേ? 2 ബസ്സുകളാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. നമ്മൾ അവിടെ പാർക്ക് ചെയ്യണ്ടേ? പാർക്കിംഗ് അപ്പുറത്താണ് എന്നാണ് അളവ് വന്ന് പറഞ്ഞത്. സ്പീഡ് തിരിച്ചു വന്നല്ലോ. ഡോക്ടർ ലീവാണ് ഗൈസ്. നമ്മൾ നേരത്തെ ചോദിച്ച ഡോക്ടർ മാറില്ലേ, അതുകൊണ്ട് പിന്നെ നമ്മൾ വേറൊരാളെ വിളിച്ച് കൺഫേം ചെയ്ത് തിരിച്ച് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഈ ഡോക്ടർ ഇന്ന് അവൈലബിൾ ആണ്. ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ വന്നതാണ് ഗൈസ്. എല്ലാവരും ചായ നല്ല
വെയിൽ കൊടുത്താണല്ലേ എന്നാലും ഉണ്ട്. എന്നാലും ഉണ്ടതാ സൂര്യൻ. പർസ്യം ഇന്ത്യയും കടലും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഫർസിയുടെ ബാക്കിലില്ലേ 2 കുട്ടികൾ. അവരെ കാണുന്നുണ്ട്. ഗൈസ് ആ കുട്ടികളെ കണ്ടോ നിങ്ങള്? കുറേ നേരം അവർ കളിക്കാൻ തുടങ്ങിയിട്ട്. ഗൈസ് ഇവരെല്ലാം ഐസ്ക്രീം തിന്നുന്നു. എനിക്ക് തരാണ്ട് ഫോൺ വാങ്ങിത്താ. എനിക്ക് കോൺ, സ്വീറ്റ് കോൺ. സ്വീറ്റ് കോൺ. ആകാശത്തൊരു പ്രതിഭാസം. നമ്മള് ബീച്ചിന് മുന്നിലുള്ള ഇല ഗാർഡൻ ഫർസിയും ചെടി നോക്കാൻ പോയതാ. ഇവിടെ ഏതെടുക്കണം? എവിടെ പോയി അവര് ഗാർഡന്റെ ഉള്ളിൽ കാട്ടില് കുടിക്കോലെ കാണുന്നില്ലല്ലോ. അതിന്റെ അപ്പുറത്തല്ല. ഓ മറ്റേ കാടില് വന്ന പോലെ ഉണ്ട്. ഇത് ഫ്രൂട്ട്സ് ചെടികളുണ്ട്. എല്ലാം ഉണ്ട്. ഇല്ലാത്ത ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ചക്കയോ? ഫർസ ഒരു ചെടിപ്രേമിയാണ് ഗൈസ്. എവിടെ പോയാലും അവള് ചെടികൾ, അവള് ബോട്ടണിയാ പഠിച്ചത്. ഇനി പഠിക്കാൻ പോകുന്ന അഗ്രികൾച്ചർ. എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ പറയുവാണേ അവള് ഇവിടെ നിൽക്കുവാ, നിങ്ങൾ പോക്കുവാ. ഇവിടെ ഒരു വാച്ച്മാൻ ആവശ്യമുണ്ടെങ്കിൽ ഫർസേനെ നിർത്തുക. ഗൈസ് നിങ്ങൾ ഇനി ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുമ്പോൾ ഫ്രൂട്ട്സ് ഉള്ള ചെടികൾ തരും. ഫ്രൂട്ട്സ് ഉള്ള ചെടികൾ. ഗൈസ് ഇന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്, ഞാനൊരു ചെടിപ്രേമിയാണ്. അപ്പം ഇനി ഗിഫ്റ്റ് തരുമ്പോൾ നിങ്ങൾ ചെടികൾ ഗിഫ്റ്റ് ആണ്. ഞാനൊരു ഫിഷ് പ്രേമി ആയതുകൊണ്ട് എനിക്ക് ഫിഷും തരാം. പറഞ്ഞത് പോവുകയാണ്. അയ്യോ നാട്ടിലോട്ട് കൊണ്ടുപോവാൻ പ്ലാവും
ഇല്ലാത്തതാണ്. ഉണ്ടായാലും മതി നാട്ടിൽ കൊണ്ടുപോയിട്ട്. കണ്ടേ കണ്ടേ ഒളിച്ച് കണ്ടേ. ഗൾഫാണ്. ആ ഗൾഫാന്ന് തോന്നുന്നു. നമ്മുടെ വഴി മാറിയോന്ന് അറിയില്ല അല്ലേ? കടാ ഫുഡ് കഴിക്കാൻ വന്നാണ് ഗായ്സ്. ഷവായ. ഷവായോ? ഷവായ. താങ്ക് യു. കുബൂസ് എനിക്കാ. കുബൂസ് അടിച്ച് മാറ്റിയിട്ട് ഇനി ചെറുതല്ലേ ചെറുതിങ്ങ? ചെറുത്ത്. എനിക്ക് അതിന്റെ കഷ്ണം മതി. കുബൂസാണ്. ആൾക്കാർ കണ്ടാവുണ്ട്. കാണുന്നില്ല. അയ്യോ ഞാൻ കണ്ട് കുടിച്ചോളും. ഫകിൽ ചേച്ചിയുണ്ട്. സുലൈമാനി ആ,